നമ്മളുള്ള ഒരു എന്താണ് അകൽച്ച ഇന്ന് നിലനിൽക്കുകയാണ്, വീടുകളിൽ നിന്നടക്കം. അപ്പൊ അതിനൊരു പ്രധാന വെല്ലുവിളി അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്ന് വിലയിരുത്തുന്നത് നിരന്തരമായ പ്രതിസന്ധികളിലൂടെയാണ് പലപ്പോഴും ട്രാൻസ്മെൻഷൻ ഉൾപ്പെടെയുള്ള ഓരോ ക്യൂർ വ്യക്തികളും കടന്നു പോകുന്നത്. ഈ നമ്മൾ പറയുന്ന ലിംഗത്വ ലൈംഗിക ന്യൂനപക്ഷങ്ങളായി നിൽക്കുന്ന എല്ലാ മനുഷ്യരും. ഇപ്പോൾ ട്രാൻസ്മെൻഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു സാമൂഹ്യ അംഗീകാരം നേടിയെടുത്തരുന്നതിൽ നിർണായകമായ ഇടപെടൽ ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. 2014 സുപ്രീം കോടതിയാണ് അത്തരത്തിൽ ചരിത്രപരമായ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കടന്നതും നേരത്തെ പ്രതി സൂചിപ്പിച്ചതുപോലെയുള്ള സാമൂഹ്യ ക്ഷേമ ഇടപെടലുകൾ അടക്കം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഒരു കമ്മിങ് ഔട്ടിനൊക്കെ ഉൾപ്രേരകമായി തീർന്നിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുമെങ്കിലും ഒരു സാമൂഹ്യപരമായ ഒരു ഭ്രഷ്ട് ഇന്നും കൽപ്പിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയെ നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന ജെൻഡർ ഐഡന്റിറ്റിയെയോ ജെൻഡർ എക്സ്പ്രഷനെയോ സെക്സിനെയോ സെക്ഷ്വാലിറ്റിയോ പോലുള്ള കോൺസെപ്റ്റുകളൊക്കെ വളരെ റിജിഡായിട്ടുള്ള ഒരു കോൺസ്ട്രെയിൻസിലേക്ക് മാത്രം കൊണ്ടുവന്നുകൊണ്ട് വാർപ്പ് മാതൃകകൾ നിലനിർത്തി പോലത്തെ ഒരു സംവിധാനം ഇന്നും കുടുംബങ്ങൾക്കകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അസ്വാഭാവികമായി ഒന്നായിട്ട് ഇതിനെ കാണുന്ന ഒരു സാമൂഹ്യ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്, അസുഖമായി കാണുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ ചികിത്സിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന അബദ്ധധാരണകൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ ആധികാരികമായിട്ടുള്ള ഏജൻസികളും സംവിധാനങ്ങളും അത്തരത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് നടത്തിക്കൊണ്ട് ഇതിനെ വളരെ സ്വാഭാവികമായ ഒന്നായിട്ട് പരിവർത്തനപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അതിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു സമീപനം നമ്മുടെ സാമൂഹ്യ ഇടങ്ങളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. മതമടക്കമുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് അതിൽ നിർണായകമായ പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളിപ്പോൾ ഒരു ഉണ്ടാകുന്ന ഇടപെടലൊക്കെ തന്നെ ഒരു 100 വർഷത്തേക്ക് പിന്നോട്ട് വലിക്കുന്ന സമീപനങ്ങളാണ് പലപ്പോഴും കാണുന്നത്. നമ്മുടെ ഭരണകൂടങ്ങളടക്കം അതിന് നിർണായകമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് 2019 കൊണ്ടുവന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമത്തെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള അന്തസത്തയെയും ഇല്ലാതെയാക്കുന്ന ഒരു സമീപനം, ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അവിടെയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സ്വയം നിർണയ അവകാശത്തെ ഇല്ലാതാക്കുന്ന അത്തരം മനുഷ്യരുടെ ഒരു തുറന്നു പറച്ചിലിനെ വളരെ കൃത്യമായി തടയിടുന്ന സമീപനം ഈ നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന സമയത്ത് ഇന്നും ഒരുപാട് മനുഷ്യർക്ക് തുറന്നു പറച്ചിലുകൾ അസാധ്യമായിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണോ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടുത്തെ ക്യൂർ മനുഷ്യരെ സമൂഹം കണ്ടിരുന്നത്, അതേ നിലയിലേക്ക് ഇവിടുത്തെ ക്യൂർ വ്യക്തികൾ ഉൾപ്പെടെ ട്രാൻസ്മെൻഷൻ ഉൾപ്പെടെ ക്യൂർ വ്യക്തികളെ അതേ രീതിയിൽ തുടരാൻ ആഹ്വാനം ചെയ്യുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം 2018 നവദീപ് സിംഗ് ജോഹ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ നടന്നിട്ടുള്ള ഒരു സക്രിയമായ ഇടപെടൽ, അത് ഈ പറയുന്ന 377 വകുപ്പിനെ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഇടപെടലൊക്കെ തന്നെ വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അത്തരം മനുഷ്യരൊക്കെ തന്നെ ഇരുണ്ട യുഗത്തിലേക്ക് തുടരാനോ അദൃശ്യരാക്കാനോ ഒക്കെ പ്രേരിപ്പിക്കുന്ന സമീപനം ഈ പറയുന്ന ഫാസിസ്റ്റ് ഭരണകൂടമായി നിന്നുകൊണ്ട് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല എന്നുള്ളത് പോരായ്മ തന്നെയാണ്. ആ പോരായ്മകൾ അതിജീവിച്ചുകൊണ്ട് ഒരു ക്യൂർ വ്യക്തിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. കുടുംബം ഉൾപ്പെടെയുള്ള ഓരോ സാമൂഹ്യ സ്ഥാപനങ്ങളും ഇത്തരം വിഷയങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച് ഇടുങ്ങിയ ചിന്താഗതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ആ അവസ്ഥ ഒരുപക്ഷെ മാറി വരേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ ഏറ്റവും അടിസ്ഥാനപരമായി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കരിക്കുലർ സംവിധാനത്തിലേക്ക് ഇതിൻ്റെ ഒരു ആധികാരികത കൊണ്ടുവരുന്ന സമയത്ത് പോലും എത്ര കണ്ട് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ആൻറ്റി LGBTQ മൂവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവരെ തീവ്രവാദികളായിട്ട് മുദ്രകുത്താനോ ഇവർക്കെതിരെ കലാപാഹ്വാനം നടത്താനോ ഒക്കെ ആഹ്വാനം കൊടുക്കുന്ന വ്യക്തികളും സംഘടനകളും നേതാക്കളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ക്യൂർ വ്യക്തിയെ സംബന്ധിച്ചും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ പ്രതിസന്ധികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ അവസ്ഥ ആ രീതിയിലേക്ക് മാറി വരുന്ന സമയത്താണ് കുറച്ചുകൂടി ഒരു സാമൂഹ്യ സ്വീകാര്യതയിലേക്ക് എല്ലാ വ്യക്തികൾക്കും എത്തിച്ചേരാൻ സാധിക്കും.